ഹലോ, അപ്പം നമുക്കിന്ന് പീൽ ഓഫ് മാസ്ക് ആണ്. അതായത് എവരി യൂത്തിൻ്റെ ഓറഞ്ചിൻ്റെ പീൽ ഓഫ് മാസ്ക് ആണ്. ഞാൻ കുറേ റിവ്യൂ കണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ നമ്മളൊന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ എന്തായാലും ഇതിൻ്റെ റിസൾട്ടും കൂടി നമുക്ക് നോക്കാം. ഇത് ഞാൻ കയ്യിലും ഫേസിലായിട്ട് അപ്ലൈ ചെയ്യണം. ഞാൻ കുറച്ച് കയ്യിൽ അപ്ലൈ ചെയ്യാം. സെയിം വീഡിയോയിൽ കണ്ട അതേ ഒരു ടെക്സ്ചർ എല്ലാം ഒരുപോലെ തന്നെ ഇരിക്കണം. എന്തായാലും ഇത് പീൽ ഓഫ് മാസ്ക് ആണേ. അപ്പം ഞാൻ എൻ്റെ ഫേസിലും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതൊന്ന് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പം നമുക്കത് കൈയുടെ ഈ ഒരു സെക്ഷനിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക. ഈ പാർട്സ് ഇതൊക്കെ പോകാൻ നോക്കാം. ഒരു പരീക്ഷണം. അപ്പം കയ്യിൽ തേച്ച് ഒരു 5 മിനിറ്റിന് ശേഷം മാത്രമേ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുള്ളൂ. എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്ന് അറിയണ്ടേ. ഞാനിത് ആദ്യമായിട്ടാട്ടോ യൂസ് ചെയ്യണേ. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഞാനിവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നല്ല ഗ്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ഫേസിലും കൂടി അപ്ലൈ ചെയ്യാം. അപ്പം ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. കയ്യിലിട്ടിട്ട് വലിയ കുഴപ്പമൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ എനിക്ക് ഫേസിൽ അപ്ലൈ ചെയ്തപ്പോൾ എൻ്റെ മീശ ഭാഗത്തൊക്കെ മുക്കിൻ്റെ താഴെയൊക്കെ എനിക്ക് ചെറിയ നീറ്റലുണ്ട്. അപ്പോൾ അതെന്താണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഞാൻ കഴുകി കളയാൻ ചാൻസും ഉണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ എനിക്ക് ഇതിനും കൂടുതൽ, അതായത് ഞാൻ ചാർക്കോളിൻ്റെ മറ്റേ പീൽ ഓഫ് മാസ്ക് യൂസ് ചെയ്തത് ഞാൻ എന്താ പറയുക വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് യൂസ് ചെയ്യുമ്പോൾ ഇതേപോലെ നീറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇത് ഇനി എന്താണെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഒരിച്ചിരി നേരം കൂടി നമുക്ക് വെയിറ്റ് ചെയ്ത് വെക്കാം. നല്ല നീറ്റലുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നുമില്ല. ആ മീശയുടെ ആ ഭാഗം മാത്രം. എനിക്ക് തോന്നുന്നു അവിടെ നല്ല സോഫ്റ്റ് സ്കിൻ ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ദേ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഫാനിൻ്റെ ചോട്ടിലൊക്കെ നിന്നിട്ട് ഓടി വരാവേ. ഇപ്പോൾ ഇച്ചിരി നീറ്റലൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. കയ്യിലത്തല്ല, മറ്റേ മൂക്കിന് താഴെയുള്ള ആ ഒരു ഭാഗം നീറ്റലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഡ്രൈ ആവണ വരെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിത് ഇവിടുത്തെ ഈ പൂട കാര്യങ്ങളൊക്കെ പോകാൻ നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് ബെസ്റ്റ് പ്രൊഡക്റ്റ് ആയിരിക്കും എന്ന് എനിക്ക് ഫീൽ ചെയ്യണു. ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ നമുക്ക് പോകുന്നതും കൂടി നമുക്ക് ഫേസിലും കൂടി നോക്കാം. അപ്പോൾ കാണാം. വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ ഇത് നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് വലിച്ച് നോക്കാം കേട്ടോ. ഇത് ശരിക്കും നമ്മുടെ ബുക്കിലൊക്കെ ഒട്ടിക്കണ പശ ഉണ്ടല്ലോ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കണം 5 രൂപയുടെ പശ, അത് നമ്മൾ കയ്യിലായി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഫീൽ ചെയ്തെടുക്കുന്നു അതുപോലെയുണ്ട്. എനിക്ക് ഇത് അത്ര ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തില്ല. ഇച്ചിരി ബ്രൈറ്റ് ആയിട്ടുണ്ട്. അല്ലാതെ ബ്ലാക്ക് ഹെഡ്സോ വൈറ്റ് ഹെഡ്സോ ഒന്നും ഫേസിൽ